ഹലോ, നമ്മൾ റീസെൻ്റായിട്ട് ഒരു എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉഷയുടെ സ്മാർട്ട് എയർ ഫ്രയറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 4.5 ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ്. അത്യാവശ്യം നല്ല എയർ ഫ്രയറായിട്ട് തോന്നി. നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. ഇത് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇതിലൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു സെറ്റിങ്സിൽ ഒരു 10 പ്രീസെറ്റ് മെനൂസ് ഉണ്ട്. ഫിഷ്, ചിക്കൻ, ഫ്രൈസ്, പിസ്സ, ഡീഹൈഡ്രേറ്റ് അങ്ങനെ തുടങ്ങിയ 10 മെനൂസാണുള്ളത്. അതുപോലെ തന്നെ 4.5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു സ്ക്വയറിലുള്ള ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടബ്ബാണ് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇതിലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം അതിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 1-1.5 സ്പൂണോ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസോ ഓയിലോ എന്ത് വേണമെങ്കിലും നമ്മുടെ ചോയ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് തൈരിന് പകരം. ഇനി എല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കുറച്ചധികം നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം എയർ ഫ്രയർ ഒരു 160 ഡിഗ്രിയിൽ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ എയർ ഫ്രയർ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ചെയ്യുമ്പോൾ ഓവറായിട്ട് ഡ്രൈ ആയി പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പ്രീ ഹീറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഈ ഒരു ടബിലോട്ട് കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു ടബിലോട്ട് ഡയറക്റ്റായിട്ട് ഈ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഐറ്റം വെക്കുന്നതിന് പകരം നമുക്ക് സിലിക്കൻ്റെ ടബ്ബൊക്കെ എയർ ഫ്രയറിന് വേണ്ടിയിട്ടുള്ള വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് വെച്ചാലും മതി. അത് നമ്മുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. മുകളിലോട്ട് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മുകളിലത്തെ പോർഷനാണ് ആദ്യം ഒന്ന് ഡ്രൈ ആയി ക്രിസ്പി ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൂടി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം. ഓപ്ഷൻസിൽ ഗ്രിൽ ഓപ്ഷനും ഉണ്ട്, ചിക്കൻ ഓപ്ഷനും ഉണ്ട്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഗ്രിൽ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രീസെറ്റായിട്ട് 180 ഡിഗ്രിയിൽ 14 മിനിറ്റ്സാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത്. നമുക്കിത് പുറത്തുനിന്ന് ഇതുപോലെ കാണാൻ പറ്റും ഈ ഒരു വിൻഡോ വഴി. ഓൾമോസ്റ്റ് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നേരത്തെ പോലെ ബട്ടറോ ഓയിലോ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആദ്യം ഒന്ന് ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് മൊരിഞ്ഞതുപോലെ വരുന്നത്. എല്ലാം തിരിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട, കാരണം ചിക്കനൊക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് നമ്മൾ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 5 to 10 മിനിറ്റ്, നമ്മളൊരു 9 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അത്ര മാത്രം ആയാൽ മതി. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തിരിക്കുന്ന ടേസ്റ്റ് ഒന്നും അല്ല, പക്ഷേ ഒരു ഗ്രില്ല് ചെയ്തിരിക്കുന്ന ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ എയർ ഫ്രയറിൽ ഇനി ഇതുപോലെ എന്തെങ്കിലും റെസിപ്പീസ് ട്രൈ ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്